ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം വെച്ചാൽ ഇതിന്റെ തൊഴിൽ സാധ്യതയാണ്. ഉത്തരത്താണിയും കോട്ടക്കലും കുറ്റിപ്പുറത്തൊക്കെയുള്ള ഒരുപാട് വീട്ടമ്മമാർ, നമ്മളെപ്പോലുള്ള ആളുകൾ, ബിസിനസ്സുകാരും, എല്ലാ ആൾക്കാരും, ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ന് ലക്ഷക്കണക്കിന് വരുമാനം മേടിക്കുന്നു. ഇവിടെയുള്ള എനിക്ക് തോന്നുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 250 കുടുംബങ്ങൾ, തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറയുന്നത്, 250 കുടുംബങ്ങൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു. അതിനകത്ത് ഹൈ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്, MBA കഴിഞ്ഞവരും BTech കഴിഞ്ഞവരും, എല്ലാ മേഖലയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇതിവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പുത്തനത്താണിയിലാണ് റെഗുലറായിട്ട് പ്രോഗ്രാം നടത്തിയിരുന്നത് എല്ലാ ഞായറാഴ്ചയും. ഇവിടെ 1-2 പേരൊക്കെ അവിടെ വന്നില്ല, മേഡം വന്നിരുന്നല്ലേ കഴിഞ്ഞ ഞായറാഴ്ച വന്നില്ല, എല്ലാ ഞായറാഴ്ചയും അവിടെ വരുമ്പോ കാണാം. ഒരു വീട്ടമ്മമാരുടെ ഒരു കോളം തന്നെയുണ്ടോ, ഒരു ടീച്ചറാണ് അത് ലീഡ് ചെയ്യുന്നത്. ആ ടീച്ചർ അന്ന് കണ്ടല്ലോ അല്ലേ, അത് അവർ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഒരു ചെറിയ പെൺകുട്ടിയാണ്. പക്ഷെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോണ്ടല്ലോ, ഒരു ദിവസത്തെ അവർ വരുമാനം 10,000 രൂപ. ഒരു ദിവസത്തെ വരുമാനം. ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ഞാൻ പറയട്ടെ. ഈ ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആരും ഫേസ് ചെയ്തിട്ടില്ല, പറയുന്നത് മാത്രമേ ഉള്ളൂ. കൊറോണ കഴിഞ്ഞൊരു കാലഘട്ടം അത് ഫേസ് ചെയ്യാൻ പോവുകയാണ്. കാര്യം എന്താ, ഇപ്പൊ എല്ലാവരും അത്യാവശ്യം നീക്കിയിരിപ്പും ബാലൻസും ഒക്കെ ഉണ്ട്. അറിഞ്ഞിട്ടില്ല, എന്റെ അറിവില് ഒരു 40% പ്രവാസികൾ നാട്ടിൽ വന്നു കഴിഞ്ഞു. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരും 40% ആൾക്കാർ നാട്ടിൽ വന്നു കഴിഞ്ഞു. ഇനി തിരിച്ചൊരു പോക്ക് അറിയില്ല. ഇനി തിരിച്ചു ചെന്നാലും ഉള്ള തൊഴിൽ സാധ്യത ഉണ്ടാകുമെന്ന് അറിയില്ല. പലരും ശമ്പളം വെട്ടിക്കുറച്ചു, ഒരുപാട് പേർ ശമ്പളം വെട്ടിക്കുറച്ചു. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം പറയാം. ഇവിടെ കാർ ഷോറൂമിലും സെയിൽസിലും ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബൈക്കിന്റെ ഷോറൂമിലും മാർക്കറ്റിംഗിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവര് പല ആൾക്കാരും ഇതിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ചോദിച്ചു പറയുന്ന കാര്യം എന്താ പറയാ, സാലറി പകുതിയാക്കി. കാരണം എന്താ, കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു വർഷം കൂടി കഴിയുമ്പോൾ പല കടകളും തുറക്കില്ല. ഈ ആഫ്റ്റർ കൊറോണ എന്ന സംഭവം നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മൊത്തം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോവുകയാണ്. ലോകം മുഴുവൻ വരുമാനത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാ കുടുംബങ്ങളിലും എഫക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കാത്തിരിക്കുന്ന സമയം. നമ്മൾ ശരിയായ ലെവലിൽ എന്താ വേണം പറഞ്ഞു ഇരുന്നു ഇപ്പൊ ലോകം മുഴുവനും ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഒരു മേഖല, ഒരു പുതിയ മേഖല കണ്ടെത്തണം. എല്ലാവരും മനസ്സിലുണ്ട്, എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ട് ഒരു മേഖല കണ്ടെത്തണം. നമ്മൾ തുറന്നു കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയോ, മുതൽ മുടക്കില്ലാത്ത, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ കോടിക്കണക്കിന് രൂപ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവന്ന ആളുകൾ അത് നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പുത്തനത്താളുള്ള ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്നുണ്ടെങ്കിൽ അത് മുതൽ മുടക്കിയിട്ടല്ല. ഇവിടെയുള്ള വ്യവസായങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്, കോടികൾ മുതൽ മുടക്കി ആണ് ആ വ്യവസായം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേടിയാണ് എല്ലാവർക്കും. കാരണം എന്താ, വിജയിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെള്ളത്തില് രക്ഷയില്ല, പോയി. പക്ഷെ ഇവിടെ അങ്ങനെ സമ്മർദ്ദത്തിന് ആവശ്യമില്ല. കാരണം എന്താ, ഈ മേഖലയിൽ മുതൽ മുടക്കില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇവിടെ നിങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഒരു ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ്. ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടറും അല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടറുള്ള വ്യത്യാസം എന്താ, ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ, കോൾഗേറ്റിന്റെയോ അല്ലെങ്കിൽ ക്ലോസപ്പിന്റെയോ ലെക്സിന്റെയോ നമ്മൾ കാണുന്ന നിത്യം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് എടുക്കണം. സാറ് പറയാം, എനിക്ക് തിരൂരത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാം. എന്ത് ചെയ്യണമെന്ന് അറിയാം, മിനിമം കോൾഗേറ്റ് ആണെങ്കിൽ 50 ലക്ഷമെങ്കിലും എന്ത് ചെയ്യണം, ഡിപ്പോസിറ്റ് കൊടുക്കണം. കുറഞ്ഞത് ഒരു മേഖല മാത്രമായിരുന്നു. ഒരു ജില്ലാ തലത്തിലേക്ക് കോടികൾ വേണം. ഇവിടെ ഒരു മേഖല മാത്രം എടുത്താൽ കുറഞ്ഞത് 50 ലക്ഷം രൂപ കെട്ടിവെക്കണം. പിന്നെ എന്ത് വേണം, നമുക്കൊരു ഗോഡൌൺ വേണം. ഇത് ശേഖരിച്ച് വെക്കാനായിട്ട് ഒരു ഗോഡൌൺ വേണം. ഇത് മാത്രം മതിയോ, വാഹനങ്ങൾ വേണം, സപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാഫിന് വേണം, സാലറി കൊടുക്കണം, വേണ്ടേ, കറണ്ട് ചാർജ് ഉണ്ട്, ഒരുപാട് ചെലവുകളുണ്ട് അതിന്റെ പുറകിൽ. കടകളോട് സപ്ലൈ ചെയ്യണം, ശരിയല്ലേ, കടക്കാരന് പൈസ സമയത്ത് കിട്ടണം, ശരിയാണോ? ഇതെല്ലാം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മള് ഒരു വിരൽത്തുമ്പിലാണ്, ഒരു വിരൽത്തുമ്പിൽ നമ്മുടെ മൊബൈൽ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാഫ് വേണ്ട, ഗോഡൌൺ വേണ്ട, ഡിപ്പോസിറ്റ് വേണ്ട, സാലറി കൊടുക്കണ്ട. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഒരു വിരൽത്തുമ്പിൽ നമ്മൾ ചെയ്യുക. അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ലെക്സ് എന്ന് പറയുന്ന സോപ്പ് വില എത്രയാ, 35-40 രൂപയാണ്.
ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു ലെക്സോപ്പിന്റെ വില എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എത്രയെന്ന് അറിയോ? ഉൽപാദന ചെലവ് 10 രൂപ താഴെ. ഇതിന് ഇന്ത്യയിലെ പല സോണലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കേരള, കർണാടക, തമിഴ്നാട് ഒരു സോണലാണ്. ലെക്സ് എന്ന് പറയുന്ന കമ്പനി എന്താ ചെയ്യുന്നത് അറിയോ? ഈ സോണൽ ഡിസ്ട്രിബ്യൂട്ടേഷൻ കൊടുക്കും. ഒരാളുണ്ടോ ഈ കേരളവും കർണാടകവും തമിഴ്നാട് ഡീൽ ചെയ്യുന്ന ഒരാൾ, ഒരു വിതരണക്കാരൻ. അവരെന്ത് ചെയ്യുന്ന അറിയോ? അത് സ്റ്റേറ്റ് ലെവലിലേക്ക് കൊടുക്കും. അത് നമ്മൾ പറയുന്നത് CF എന്ന് പറയും, കെയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി എന്ന് പറയും. കേരളത്തിന് വേണ്ടി ഒന്നുണ്ടാവും, അയാൾ കൊടുക്കും. അയാൾ എന്ത് ചെയ്യുന്ന അറിയോ? അത് ജില്ലാ തലത്തിലേക്ക് കൊടുക്കും. ജില്ലയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. അവിടെ നിന്നാണ് അങ്ങോട്ട് വരുന്നത് ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ആരെടുക്കുന്നത്? വാൻസെയിലുകാർ എടുക്കുന്നത്, അല്ലെങ്കിൽ റീറ്റെയിലുകാർ എടുക്കുന്നത്. അവർ കൊണ്ടുപോയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ കൊടുക്കും. അയാളുടെ കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സാധനം. അപ്പൊ അതിന്റെ വില എത്രയോ? 10 രൂപ വിലയുള്ള സാധനത്തിന്റെ റേറ്റ് 40 രൂപ. ബാക്കി എവിടെ പോകുന്നത്? ഇവർക്ക് വീതിച്ചു കൊടുക്കും. പിന്നെന്താ പോകുന്നത്? അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ പണ്ടൊക്കെ നേരത്തെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന ഐശ്വര്യറായി, അല്ല വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പേരൊക്കെ മറന്നുപോയി അല്ലെ. ഐശ്വര്യറായിന്റെ പരസ്യത്തിൽ വരുന്നത് അവർ കൊടുക്കണം. ഒരു വർഷം കോടികൾ പരസ്യത്തിൽ ചെലവാകുന്നുണ്ട് അല്ലെ. ആ പൈസ എവിടെ നിന്ന് പിടിക്കുന്ന? ഈ കൺസ്യൂമർ ആയിട്ടുള്ള അത് ഉപയോഗിക്കുന്ന നമ്മളിൽ നിന്ന് പിടിക്കും. അപ്പൊ പരസ്യത്തിനും ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പൈസ ആർക്ക് തരുന്നു അറിയാം? ഈ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. ഒരു 4-5 പേർക്ക് ഒതുങ്ങുന്ന വരുമാനം ജനകീയമാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വിധിച്ചു തരികയാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡയറക്ട് സെല്ലിംഗും സാധാരണ ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇത് ജനകീയമാണ്. ഇത് ജനങ്ങൾക്ക് തന്നെ കൊടുക്കണം അതിന്റെ ലാഭം. മറ്റത് അങ്ങനെയല്ല, അത് 4-5 വ്യക്തികളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പേര്, അഡ്രസ്, മൊബൈൽ നമ്പർ, പാൻ കാർഡ് നമ്പർ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം KYC എന്ന് പറയും, നോ യുവർ കസ്റ്റമർ എന്ന് പറയാം. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യും. കമ്പനിയുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ID നമ്പർ നമുക്ക് കിട്ടും, ഒരു ലൈസൻസ് നമ്പർ. അത് ചെയ്യാനുള്ള അംഗീകൃത ഏജന്റായി എന്നുള്ള ലൈസൻസ് നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ, ഇത്രയും മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ, മിനിമം ഒരു 6000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, ചെറുതായിട്ട് പറയാം. ഈ 6000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ കഴിച്ചില്ല. കാര്യം ഇത് കഴിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ശരിയല്ല? നമ്മൾ കഴിക്കാന്ന് പറയാം നല്ലതാ, ഞാൻ കഴിച്ച എന്ന് പറയുന്നത് ശരിയാണോ? നമ്മൾ കഴിക്കണം. കഴിച്ചാലുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പറയാം നല്ലതാണോ. ഓക്കെ, ഇത്രയും ക്രൈറ്റീരിയ. ഇത് മാസം തോറും മേടിക്കണ്ട, വർഷം തോറും മേടിക്കുന്നത് ഒന്നും ചെയ്യണ്ട. ഒരു പ്രാവശ്യം ഈ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവേഷൻ ആകാൻ വേണ്ടി നമ്മൾ വാങ്ങുക മാത്രമേ പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് 2 ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ 2 സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയുക. അങ്ങനെയുള്ള വ്യക്തികളെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. നമ്മുടെ വരുമാനം എത്രയെന്ന് അറിയാമോ? നമ്മുടെ വരുമാനം ആ 2 വ്യക്തികൾ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻകം റിലീസ് ആവും 750 രൂപ. 750 രൂപ ആദ്യത്തെ വരുമാനമായിട്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ചെയ്യും. അതിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന 5% ടാക്സ് കുറയും. ഒരു 30 സംതിങ് കുറഞ്ഞിട്ട് 712 രൂപ സംതിങ് ആണ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? മനസ്സിലായല്ലോ? നമ്മൾ 2 ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ 2 ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് എനിക്ക് തന്നു, സാറ് തന്നു. ഈ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം എന്താ പറയുക? ഇത് വലിയൊരു അവസരമാണ്. പക്ഷെ നമ്മൾക്ക് ആകപ്പാടെ ചെയ്യേണ്ട ജോലി എന്താ? 6000 രൂപ ഉൽപ്പന്നം മേടിക്കുക, 2 ഫ്രാഞ്ചൈസി കൊടുക്കുക. ഒരാൾ ചെയ്യേണ്ട അത്ര കാര്യമുള്ളൂ. ആരാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ. ഈ കുട്ടി ചെയ്യേണ്ടത്, സാറ് ചെയ്യേണ്ടത്, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ സെലക്ട് ചെയ്യും. 2 പേർ കൊടുക്കുക പറയുമ്പോൾ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ? എന്റെ ഫാദറിനും മദറിനും കൂടുതൽ 2 പേരായി, അല്ലെങ്കിൽ എന്റെ ആന്റിക്കും അങ്ങനെ കൂടുതൽ 2 പേരെ അല്ലെ? അങ്ങനെ 2 പേരല്ല, അങ്ങനെ 2 പേരല്ല. നമുക്കിവിടെ വേണ്ടത് വളരെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിനെ സമീപിക്കുന്ന, ചെയ്യാൻ കഴിയുന്ന 2 പേർക്കാണ്. ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ ചോദ്യമല്ല. ഇപ്പൊ നമ്മുടെ കൂടെ വളരെ ഡിഗ്രിയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. IAS റാങ്കുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ലോയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലകളിലുള്ള. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്വാളിറ്റിയോ കാര്യങ്ങളോ വിദ്യാഭ്യാസത്തിനൊന്നും അല്ല പറയുന്നത് അല്ലെ, ആവശ്യക്കാരായി. ഇത് ഉറക്കം നിങ്ങൾക്കുള്ള ബിസിനസ് അല്ല. ഞാൻ തുറന്നു പറയാം, അങ്ങനെയുള്ള ചെയ്തിട്ട് ഒരു കാര്യമില്ല. വളരെ ആക്റ്റീവായിട്ട് എനിക്ക് വരുമാനം മേടിക്കണം. ഒറ്റ വർഷം കൊണ്ട് എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ബ്രേക്ക് ചെയ്യണം. എന്റെ ഫാമിലിയുള്ള പ്രശ്നം ബ്രേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഡ്രീംസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഡ്രീംസ് ആണുള്ളത്, കടകളല്ല. കടകളൊക്കെ കുറച്ച് പ്രായമായ ആൾക്കാർക്കുള്ളത്.
കുട്ടികളുള്ള ഡ്രീംസ് ആണ്. അവർക്ക് നല്ല വീട് വെക്കണം, വാഹനം മേടിക്കണം, ഞാൻ പറയുന്ന ഡ്രീംസ് ഒരുപാടുണ്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ദയവ് ചെയ്ത് ഈ ബിസിനസ്സിനെ കൊണ്ടുവരാവൂ. അത് റിക്വസ്റ്റ് ആണ്. അതിന്റെ കാരണം എന്താ പറയാ, അല്ലാത്തതൊന്നും അതിന് കാര്യമില്ല. അല്ലാത്തതൊന്നും അതിന് കാര്യമില്ല. വെറുതെ വന്നിട്ട് ഉണ്ടാക്കാൻ പോകും, അത്രേ ഉള്ളൂ. അവരൊന്നും കൊണ്ടുപോകുന്ന ഒരു കാര്യമില്ല. വളരെ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ പറയുന്ന കാര്യമല്ലോ, നമുക്ക് വിദ്യാഭ്യാസവും കഴിവും രണ്ടും കണ്ട ഇവിടെ കഴിവ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് പ്രൊഡ്യൂസർമാർ ഇവിടെ നാട്ടിലുണ്ടല്ലോ സാറേ, ശരിയാണോ പറയുന്നത്? ഒരുപാട് പേര് എന്റെ നാട്ടിലുണ്ട്. 4ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ. ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം വെച്ചാല്, നമ്മുടെ ഭീകാരാനന്ദ കേട്ടുണ്ടല്ലേ, കൊച്ചോസം ചിറ്റൽപ്പള്ളി. അയാളെ കുറിച്ച് തന്നെ ഞാൻ പറയാൻ പോകുന്നത്. അയാളെ തൊട്ടടുത്തൊരു വീടുണ്ട്, ചേർന്നിരിക്കും. നിങ്ങൾ ഈ ഹൈവേ പോകുമ്പോൾ നമ്മുടെ ലുലുപാല കഴിഞ്ഞിട്ട് ബൈലേക്ക് പോകുമ്പോഴോ സൈഡിൽ പോകും, ചേർന്നിരിക്കുന്ന ഒറ്റ മതിലാണ്. അയാൾ അറിയപ്പെടുന്നത് എറണാകുളത്ത് എല്ലാവർക്കും അറിയാം, കുപ്പി രാമേശൻ എന്ന് അറിയപ്പെടുന്നത്. എന്താ അങ്ങനെ പറയുന്നത് അറിയോ? ഈ കുപ്പി, ഈ വഴി കിടക്കുന്ന വേസ്റ്റ് കുപ്പിയെല്ലാം പെറുക്കി വിറ്റ് ജീവിച്ചൊരു മനുഷ്യനാണ്. ഇന്ന് അയാൾ ആശയത്തിൽ അറിയോ 10,000 കോടിക്ക് മുകളിലാണ്. വിദ്യാഭ്യാസം 4ാം ക്ലാസ്. കഴിവും വിദ്യാഭ്യാസം എപ്പോഴും രണ്ടാവും. ഇപ്പൊ യൂസഫ് അലി എന്ന് പറയുന്ന ആൾക്ക് പിന്നെ PG ചെയ്തിട്ടുണ്ടായിരുന്നു, PhD എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. സാധാരണക്കാരാണ്, സ്കൂൾ വിദ്യാഭ്യാസം മനുഷ്യരാണ്. എവിടെ എത്തിയത്? അപ്പൊ വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസം വേണ്ടത് അദ്ദേഹം പറയുന്നത് അനിവാര്യമാണ്. പക്ഷെ ഇതിൽ ഈ എന്താ പറയാ, ജീവിത വിജയത്തിന് അത് കഴിവ് തന്നെ പ്രാധാന്യം. ശരിയാണ് ഞാൻ പറയുന്നത് അല്ലേ? ജീവിത വിജയത്തിന് അവർ കഴിവാണ് പ്രാധാന്യം. അവിടെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് ദുരിതമനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, കടമുള്ള ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള രണ്ടുപേര് എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ പറയുന്ന കാര്യം എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഇവരെ പോലെയൊക്കെയുള്ള ആൾക്കാർ, ജോസ് ആലിദാസും ജോയി ആലിദാസും കല്യാണും ലിവിൻ പിള്ളയും യൂസഫ് അലിയൊക്കെ ഉള്ള ആൾക്കാര് സമയമില്ലെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവും. കാര്യം എന്താ, ഇനി വരാൻ പോകുന്ന, അവർ കഴിഞ്ഞു വരുന്ന 100 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അസറ്റ് ഉണ്ടാക്കി വെച്ച ആൾക്കാർ, അസറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു വരും. അവരെനിക്ക് നേരെയെന്ന് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷെ 10,000 രൂപ പോലും അക്കൗണ്ടിൽ എടുക്കാനില്ലാത്ത ഒരു വ്യക്തി, എനിക്ക് സമയമില്ല ചോദിച്ച പറയുന്ന കാര്യമാണ്. എനിക്ക് സമയമില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസിമാണ്. ചില ലേഡീസിനോട് ചോദിച്ചപ്പോൾ, ഇനി ഞാൻ അയൽക്കൂട്ടത്തിന്റെ ഉണ്ടല്ലോ മറ്റേ CDSന്റെ പ്രസിഡന്റാ, എനിക്ക് നിന്ന് തരിക്കാൻ നേരമില്ല. പക്ഷെ എന്താ കാര്യം? ഒരു കാര്യമില്ല, കുറെ ലോഡ് കിട്ടും, നമ്മുടെ ആശുപത്രി കുറെ ലോഡ് കിട്ടും. ശരിയാ, അല്ലാണ്ട് എന്താ കാര്യം? കുടുംബം രക്ഷപ്പെടുമോ? ഞാൻ ആശാവർക്കുണ്ട്, ഞാൻ മോശം നല്ല പറയുന്നതല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. 6,000 രൂപ സാലറി കൊടുക്കുന്നത്, ഒരു മാസം കൊടുത്ത സാലറി 6,000 രൂപ. എങ്ങനെ ജീവിക്കുന്നത് എനിക്കറിയില്ല. 200 രൂപ ഒരു ദിവസം കിട്ടും, 200 രൂപ വെച്ച് ജീവിക്കാൻ പറ്റും എനിക്കറിയില്ല. പക്ഷെ നടക്കുകയാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരും. ഇതെല്ലാം വേണ്ടതാ, ഇതെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവനവന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അവിടെ കത്തുന്ന ആൾക്കാരുണ്ട്, ജോലിക്കുന്ന ആൾക്കാർ, രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഉറപ്പിച്ചോ, മിനിമം ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനം 3 ലക്ഷം രൂപയാണ്. ഇതേ പുത്തനത്താടിലേക്ക് ഒരുപാട് വീട്ടമ്മമാരെ, നമ്മളെ കൊണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ കാണാം. നല്ല പ്രോഗ്രാമാണ് ഞായറാഴ്ച നടക്കുന്നത്. ഒന്ന് ചെന്ന് നിങ്ങൾ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. എനിക്ക് 1-2 കുട്ടികളൊക്കെ അല്ലേ, നിങ്ങൾ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താ, ഒരുപാട് വിജയിച്ച ആൾക്കാരെ, അവരൊക്കെ വന്നിട്ട് 6 മാസം 3 മാസം 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ, ഒരുപാടൊന്നും ആയിട്ടില്ല. പക്ഷെ നല്ല വരുമാനമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളുമല്ലോ, എല്ലാ വിജയങ്ങളും നിൽക്കുന്നത് ഈ 2 പേര്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 2 പേര്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ 2 കോടി അല്ലെങ്കിൽ 10 കോടി മുടക്കി തിരുവനന്തപുരത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് കിട്ടും. നിങ്ങൾ ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. 10 കോടി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങോട്ടേക്ക് അക്കൗണ്ട്സിലേക്ക് ആളെ വേണം, പർച്ചേസിലേക്ക് ആളെ വേണം, സെയിൽസ്മാൻമാരെ വേണം, സെയിൽസ് ഗേൾസിനെ വേണം. എങ്ങനെയുള്ള ആൾക്കാർ റിക്രൂട്ട് ചെയ്യും? ഇന്റർവ്യൂ ഒക്കെ നടത്തിയല്ലേ സാറേ? വളരെ അധികം ആലോചിക്കും. കാര്യം 10 കോടി വെള്ളത്തിൽ പോകും. സ്റ്റാഫ് മോശമാണെങ്കിൽ അത് അടച്ചാൽ മതി, 1 വർഷം നിൽക്കില്ല. പല സ്ഥാപനങ്ങളും അടച്ചു പോകുന്നത് അങ്ങനെയാണ്. അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ എടുക്കുക, അതിന്റെ ഓണറും എടുക്കല്ല, സ്റ്റാഫാണ് തീരുമാനിക്കും. വരുന്ന കസ്റ്റമറെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടേക്ക് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സെയിൽ ചെയ്യണം. കഴിവുള്ള ആൾക്കാരെ നിർത്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ പൈസ വെള്ളത്തിൽ പോകും. ഇവിടെ പൈസ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, വെള്ളത്തിൽ പോലെ. പക്ഷെ കഴിവുള്ള ആൾക്കാരെ നിർത്തിയില്ലെങ്കിൽ പരാജയം സംഭവിക്കും. ഞാൻ പച്ചയ്ക്ക് പറയാം, പരാജയം സംഭവിച്ചിരിക്കും. അതുകൊണ്ട് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ അയ്യോ പിന്നെ ആരെ കൊണ്ടുവരും,
ഞാൻ പറഞ്ഞത് അവർക്ക് ഒറ്റ ക്വാളിറ്റി വേണ്ട. എന്താ പറയുമോ, ആരെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ സെലക്ട് ചെയ്ത് ആരെന്ന് പറഞ്ഞത്, ഞാൻ ഗൾഫിൽ ഇവിടെ വന്നിട്ട് ഈ നാടുമായിട്ട് കുറെ ബന്ധമില്ലായിരുന്നു. 13 വർഷമായ വെളിയിലായതുകൊണ്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്ത് ആരെന്ന് പറയാം, നന്നായിട്ട് കുടുംബം നോക്കുന്ന പിള്ളേർ. അവര് മാത്രം ഇത് ചെയ്യും. അല്ലാതെ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ജോലി ചെയ്യാത്ത പറ്റാത്ത ആൾക്കാരാണ് ഈ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. അവർ കഴിയത്തില്ല. രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഒരു കണക്കിന്. പിന്നെ പോണ്ടേ, സ്വന്തം കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാകാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. കാര്യം എന്താ, ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നണം ആ കുഞ്ഞിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ട ആരാണ്? ഞാനാണ്. അപ്പുറത്തെ ആൾക്കാരെ വന്ന് എത്തിക്കുമോ? സമൂഹത്തിലെ മറ്റു ആൾക്കാരെ വന്ന് എത്തിക്കുമോ? നമ്മളെത്തിക്കണം. അവരുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലേക്ക്. നമ്മുടെ ആരാണോ തീരുമാനിക്കുന്നത് നമ്മളാ. പല മാതാപിതാക്കളുണ്ടല്ലോ, ഇതെന്താ ചെയ്യണമെന്ന് അറിയാം, അവർ ഈ സമയത്തൊക്കെ വെറുതെ കളിച്ചു നടക്കും, തമാശ കളിച്ചു നടക്കും, ജീവിതത്തിൽ സീരിയസ് ആയിട്ട് കാണില്ല. അവസാനമാകുമ്പോ അയ്യോ കുട്ടി വളർന്നല്ലോ, കെട്ടിച്ചു കൊടുക്കണം, എന്ത് ചെയ്യും? പിന്നെ ഒറ്റ വഴിയുള്ളൂ, കുടുംബം അങ്ങോട്ടെ വെച്ചിട്ട് ലോൺ അങ്ങനെ എടുക്കുക. ഇതാണ് അവസാനത്തെ വഴി കണ്ടേക്കുന്നത്. അല്ല, ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. മാതാപിതാക്കള് ജോലി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലോ, അതിനുവേണ്ടി പ്രവർത്തിക്കാത്ത ആൾക്കാരാണെങ്കിലോ, വലുതാണെന്ന് പറയും മോളെ നീ ഡോക്ടർ ആവണ്ട, നീ ആരായ മതി, നഴ്സായ മതി. നഴ്സാണ് നല്ലത്. കാര്യം എന്താ? പൈസയില്ല. അപ്പൊ കഴിവുള്ള കുട്ടികൾ പോലും അവർക്ക് ശരിയായ നിലയിൽ എത്താൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്താ? മാതാപിതാക്കൾ ഉറപ്പുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ നന്നായിട്ട് പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും എത്തിക്കേണ്ടതും. അല്ല, ഞാൻ ആയ പോലെ നീ എന്റെ കുട്ടി ആയ പോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പല സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഈ ടാറ്റ പറഞ്ഞോട് പോവുക, മോളിലേക്ക് വിസ കിട്ടി പോകുമ്പോ കൊടുത്തിട്ട് പോകുന്നത് എന്താണെന്നറിയോ, വലിയൊരു കടമാണ്. ഞാൻ 10 ലക്ഷം ലോൺ എടുത്തത് 50 ലക്ഷമായിട്ട് ഉണ്ട്, നീ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ പോകും. അവരവരുടെ കുട്ടിക്ക് കൈമാറുന്നത് എന്താണെന്നറിയോ, ആ കട തന്നെയാണ്. ഇതൊന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ഈ കുടുംബത്തിലുള്ള പ്രശ്നം ബ്രേക്ക് ചെയ്യണ്ടേ? ഈ നമ്മുടെ ആളുകൾ പ്രവാസികളായത് എങ്ങനെയാണ്? എങ്ങനെ പ്രവാസികളായത്? അന്നിവിടെ അവസരമില്ല അല്ലെ? എന്ത് ചെയ്താലും പൈസ കിട്ടുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് കടല് കടന്നു, പട്ടിണി കടന്നും കഷ്ടപ്പെട്ടു. പഴയ ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ കടന്നു. എന്തിനു വേണ്ടിയിട്ടാ സാറേ? ഈ കുടുംബത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെന്ന് പറയുന്നില്ല, അവിടെയൊക്കെ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയാം. പലരുടെ കാര്യം കാണുന്നതാണ്. 10 പേരെ റൂമിൽ താമസിക്കുന്നു, ഒരു കുടിശ്ശ റൂമിനകത്ത് 10 പേര്. ഇവിടെ ബംഗാളിൽ നിന്ന് നടക്കുന്ന പോലെ നടക്കുന്നത്. എന്നിട്ട് ഒറ്റ ബാത്റൂം കാണും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല നേരം നോക്കിയാണ് പല ആൾക്കാർ. ഞാൻ പറയാം, പല കാര്യങ്ങളും ഒന്ന് ടി വി കാണുമെങ്കിലും എല്ലാം ഓരോരുത്തരും ഇത് നോക്കണം. അത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് 10 രൂപയുണ്ടായിരുന്നത്. എല്ലാവരും, ഞാൻ ആരുടെ കാര്യമില്ല, എല്ലാ ആൾക്കാരുടെ അവസ്ഥ പറയുന്നത്. 10% ആൾക്കാർ മാത്രമേ അവിടെ ഈ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്ന ആൾക്കാരുള്ളൂ. അതായത് ലക്ഷറി ലൈഫുള്ള ആൾക്കാർ 10%. ബാക്കി 90% അവസ്ഥ ഇന്നും അങ്ങനെയൊക്കെ തന്നെ. കാര്യം എന്താ? നമ്മുടെ നാട്ടിലെ അവസരമില്ല. ഇത് കണ്ട് പഠിക്കണം. ഇതും ഒരു കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അവിടെ പോയിട്ട് സിയാച്ചിയിൽ പോയിട്ട് നമ്മുടെ ബോർഡിൽ പോയിട്ട് കുറെ പട്ടാളക്കാരെ കിടക്കണം. -डिग्री ടെമ്പറേച്ചറാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ മറ്റുള്ള മേഖലയിലൊന്ന് കമ്പയർ ചെയ്യാൻ, മറ്റുള്ള ജോലികളായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അവിടെ ആ ഒരു അരമണിക്കൂർ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ, 1 മണിക്കൂർ നിന്ന് കാലൊക്കെ ഉണ്ടല്ലോ വല്ലാത്ത അവസ്ഥയും. നമ്മള് ഈ ചത്തിൽ മരിച്ചിട്ട് ഇങ്ങനെ വളരെ ഇങ്ങനെ അവസ്ഥയും കാലൊക്കെ ഫ്രീസ് ആയിട്ട്. അത് ചെയ്യുന്നത് ഒരു കുടുംബത്തിന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ജോലിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഇതിനകത്ത് രക്ഷപ്പെട്ട 2 പേരെ കിടന്നാൽ വലിയ പാടൊന്നുമില്ല. ഈ കൊച്ചു മോള് വിചാരിച്ചാലും അത് നടക്കും. വേണമെന്ന് വെച്ചാൽ ആർക്ക് നടക്കുന്ന കാര്യമുള്ളൂ. അങ്ങനെയുള്ള 2 പേരെ, കുടുംബത്തിലുള്ള ഉത്തരവാദിത്തമുള്ള 2 പേരെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അവര് മാത്രമേ ഇതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുള്ളൂ. കൊണ്ടുവന്നാൽ എന്താണെന്നറിയോ, നമ്മുടെ വരുമാനം, ആദ്യത്തെ വരുമാനം, പിറ്റേ ദിവസം വരുന്ന വരുമാനം 750 രൂപ. ഇവിടെ നിന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി കൊണ്ടുവന്നേക്കുന്ന സാറ് സംബന്ധിച്ച് സാറ് 2 പേരെ കണ്ടെത്തി. ഞാനും എന്ത് ചെയ്തു, 2 വ്യക്തികളെ കണ്ടെത്തി. എനിക്കും എന്ത് കിട്ടും? 750 രൂപ എനിക്കും 750 രൂപ മോൾക്കും കിട്ടും. എന്നാൽ 750 രൂപ സാറിന് കിട്ടും. എന്നാൽ മോൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? പുതിയതായിട്ട് 4 വ്യക്തികൾ വന്നു. അതായത് 4 6000 പാക്കേജുകൾ ഇവിടെ സെയിലായി കഴിഞ്ഞു. അതുകൊണ്ട് മോൾക്ക് കമ്പനി കൊടുക്കുന്ന വരുമാനം എത്ര അറിയോ? ഇത് 2 ജോഡിയായിട്ട് കണ്ടുകൊണ്ട് 1500 രൂപയുടെ വരുമാനം കൊടുക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? 2 വ്യക്തികളെ കൊണ്ടുവന്നപ്പോൾ 750 മോൾക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യൂറോപ്പിൽ ഈ 2 പേര് വന്നപ്പോൾ ഞങ്ങൾ 750 വെച്ചിട്ട്, പക്ഷേ അതിന്റെ ഡബിൾ ആണ് ആർക്ക് കിട്ടുന്നത്, അതിന്റെ ഇരട്ടിയാണ് ആർക്ക് കിട്ടുന്നത്, മോൾക്ക് കിട്ടുന്നത്. ഇനി നോക്കുന്ന കാര്യം എന്താണെന്നറിയോ, സാറിന്റെ ഗ്രൂപ്പിൽ എത്ര ബിസിനസ് നടന്നു? ഒരു 10 നടന്നു.
എന്റെ ഗ്രൂപ്പിൽ എത്ര കച്ചവടം നടന്നു? ഒരു 10 സെയിലുകൾ നടന്നു. ഇവിടെ വരുന്ന വരുമാനം, ഈ കുട്ടിക്ക് വരുന്ന വരുമാനം എത്ര അറിയോ? 7500 രൂപ ഒരു ദിവസത്തെ വരുമാനം. ഞങ്ങൾക്ക് കിട്ടുന്നത് 3750 വെച്ചിരിക്കും ഞങ്ങൾക്ക് ഗ്രൂപ്പ്. ഇനി ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ദിവസം മാക്സിമം നമുക്ക് തരുന്ന വരുമാനം 10000 രൂപ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ദിവസം മാക്സിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം 10000 രൂപ. ഒരു മാസം എത്രയെന്നറിയോ? 3 lakhs rupees. ഇവിടെ MBA-കാരന്റെ സാലറി 30000 രൂപ. ബിടെക്കാരനെ വിട്ടിട്ട് എറണാകുളത്ത് നടക്കാൻ പറ്റും. പെട്രോൾ പമ്പിൽ നിൽക്കുന്നത്, വെജിറ്റബിൾ ഷോപ്പിൽ നിൽക്കുന്നത്, ഹോട്ടലിൽ നിൽക്കുന്ന ബിടെക്കുകാരൻ. കാരണം എന്താ? ഓപ്പർച്യൂണിറ്റി ഇല്ല. ജോലി ഇറങ്ങിച്ചത് കിട്ടാത്തതുകൊണ്ട് എന്താ? കിട്ടുന്ന ജോലി ചെയ്യുന്ന ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഞാൻ പറയുന്നത്. എന്റെ ഹോം ടൗൺ ആണ്, ഞാൻ എപ്പോഴും പോകുന്നതാണോ? അവിടുത്തെ അവസ്ഥ ഞാൻ പറയുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ നാട്ടിൽ നിന്നുകൊണ്ട് വരുമാനം മേടിക്കാം 3 ലക്ഷം രൂപ പ്രതിമാസം. എങ്ങനെ മോശമാവുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ രക്ഷപ്പെടുന്ന 2 വ്യക്തികളെ പരിചയപ്പെടുത്തിയാൽ മതി. ലോകത്ത് ഏത് വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമാണ്. എന്താ ടെസ്റ്റ്? പക്ഷെ ഇതിന്റെ സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്ലാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഞങ്ങളൊന്നും ചെയ്യുന്നത് ഇങ്ങനെയല്ല. ടെസ്റ്റ് എടുത്തു ടിഷ്യൂ വരുന്നത് ടിഷ്യൂ അതെ അതെ അതെ. ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെ അറിയോ? ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ക്ലാസ് ഉള്ളൂ. ശ്രദ്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ചെയ്തത് എന്റെ വൈഫിനെ 1ാമത്തെ വ്യക്തിയായി, എന്റെ ബ്രദറിനെ 2ാമത്തെ വ്യക്തിയായി. എന്റെ വീട്ടിൽ എത്ര പേരെ? 3 പേരെ. എന്നിട്ട് 2 പേരെ വൈഫിന് വേണ്ടി കൊണ്ടുവന്നു, 2 പേരെ ബ്രദറിന് വേണ്ടി കൊണ്ടുവന്നു. അല്ല ആരെയാക്കാം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്താ പ്രത്യേകത എന്നറിയോ? ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ എന്റെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം 10000 രൂപ, വൈഫിന്റെ അക്കൗണ്ടിലും 10000 രൂപ, ബ്രദറിന്റെ അക്കൗണ്ടിലും 10000 രൂപ. എത്ര ഇതാണ്? 30000 രൂപ പെർ ഡേ, 9 ലക്ഷം രൂപ ഒരു മാസം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വരട്ടെ സാറേ പറഞ്ഞ ക്ലിയർ ആയോ അല്ലേ? വളരെ സീരിയസ് ആയിട്ട് എനിക്ക് കൂടുതൽ വരുമാനം വേണം, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ഇതുപോലെ 3 ഐഡിയ എടുക്കാന്ന് പറയും. ഫാമിലി ഐഡിയ എന്ന് പറയും. ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒറ്റ ഉറങ്ങും. അപ്പൊ ഇതാകുമ്പോൾ 9 ലക്ഷം വരെ പ്രതിമാസം എയിം ചെയ്യും. കാര്യം എന്താ? ബിസിനസ് എന്തായാലും ജോലിയല്ല വന്നില്ല, ജോലിയില്ല വന്നില്ല. പക്ഷെ ഇത് റെഗുലർ എന്തിനാണെന്ന് അറിയാം? നമ്മൾ 3 ഐഡിയയിലും 6000 രൂപ വിൽപ്പനകൾ മേടിക്കും. 3 ഐഡിയ 12000 രൂപ സാധനങ്ങൾ മേടിക്കണം. ഫാമിലി ഐഡിയ വേണം. ഇല്ലെങ്കിൽ ഓർമ്മ നിങ്ങൾക്ക് ആക്ട് എന്താണോ അത് ചെയ്യും. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇതെടുത്താൽ മതി. അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, അത് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. വർക്ക് ചെയ്യണം. 2 പേർക്ക് വരെ എത്ര കൊണ്ടുവരാം? 4 പേരെ കൊണ്ടുവരും. 4 പേരെ കൊണ്ടുവരുന്ന കപ്പാസിറ്റി ഉണ്ടോ? നിങ്ങൾ എടുത്തു. 2 പേരെ കൊണ്ടുവരാൻ പറ്റുള്ളെങ്കിൽ ഒരെണ്ണം എടുത്തോ. എന്തെടുത്താലും ഒരു കാര്യം ഞാൻ പറയാം, ഈ വരുന്ന വരുമാനം എല്ലാം എല്ലാ ദിവസവും രാത്രി 12:10 ആകുമ്പോൾ പേ ഔട്ട് മെസ്സേജ് നമുക്ക് വരും. ഇൻകത്തിന്റെ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ 12 മണിക്കാണ് ക്ലോസിംഗ് എന്ന് പറയും. രാത്രി 12 ഓൺലൈൻ കട്ട് ഓഫ് ആകുന്നത്. 12:10 ഇതിന്റെ വരുമാനത്തിന്റെ മെസ്സേജ് വരും. ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാവരുടെ അക്കൗണ്ടിൽ ആ വരുമാനം വന്നു വരും. എന്റെ ടീമിൽ ഇന്ന് 20,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നു. അതില് എടുത്തു പറയേണ്ട ഒരു ലേഡിയും ജെയിംസ് ഒരുപാടുണ്ട്. എന്റെ ഒപ്പം തന്നെ വരുമാനം മേടിച്ചവരും 50 ലക്ഷം മേടിച്ചവരും ഒക്കെ ഉണ്ട്. ഒരു ലേഡിയും ഒരു 10ാം ക്ലാസ്സിലും ഒരു തയ്യൽക്കാരി, ഈ തയ്യൽ ജോലി ചെയ്യുന്ന ഒരു തയ്യൽ കട നടത്തുന്ന ഒരു 10-40 വയസ്സ് പ്രായമുള്ള ഒരു ലേഡിയാണ്. കഴിഞ്ഞ മാസത്തെ ഉണ്ടല്ലോ, കഴിഞ്ഞ മാസത്തെ അവർ വരുമാനം എത്രയെന്നറിയോ? ഡിസംബറിൽ അവർ വരുമാനം എത്രയെന്നറിയോ? 5 ലക്ഷം രൂപ. റിസോർട്ടിൽ ബൈജു സാറും ഇവരെല്ലാം വന്നതാണ്, നേരിട്ട് കണ്ടു. അവിടെ ഉണ്ടായിരുന്നു, അവര് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. 5 ലക്ഷം രൂപ വെറുതെ പറയുന്നല്ല, പാസ്ബുക്ക് പറിച്ച് കൈകൊടുത്ത് അവരത് കൈകൊടെ കൊടുത്തു. ബൈജു സാറിന്റെയും ഈ പറയുന്ന JP-യുടെ 7 ബാങ്കിന്റെ പാസ്ബുക്ക് ആയിരിക്കും ഇതിന്റെ ഇൻകം വരുന്നത്. 5 ലക്ഷം രൂപ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ ഡിസംബറിൽ വന്നു. ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കണം. ഇനി അവർ കളയാൻ ജോലി 8ാം ക്ലാസ്സിലേക്ക്
2 ലക്ഷം രൂപ അവരുടെ കഴിഞ്ഞ മാസം വരുമാനം. ഇവിടെ കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്നവന്റെ കഴിഞ്ഞ മാസം ലാഭം ചോദിച്ചു. അതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഇനിയിപ്പോ ഓൺലൈൻ ബിസിനസ്സിനുള്ള കാലമാണ് വരാനുള്ളത്. കാര്യം എന്താ പറയുക, ഗവൺമെന്റ് ഇതിന് ലീഗലൈസ് ചെയ്തു. 2015 ഓഗസ്റ്റ് 8 കേരള ഗവൺമെന്റ് നിയമം പാസാക്കി. ഇതിന്റെ സിവിൽ സപ്ലൈസ് ഓപ്പൺ നമ്പറിലാണ് ഇത് വരുന്നത്. ഇതിന്റെ അതോറിറ്റി കൊണ്ടുവന്നു. അതിന്റെ പേര് ഷോർട്ട് നെയിം ഗിഫ്റ്റ് എന്നാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. തിരുവനന്തപുരത്തുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ ചുമതല. അതിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് മിനി ആന്റണി IAS ആണ്. നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആണ്, ഒരു IAS ഓഫീസറാണ്. അവർക്കാണ് ഇതിന് ഇൻചാർജ്. മിനിസ്റ്റർ എന്ന് പറയുന്നത് മന്ത്രി P. തിലോത്തമനാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ മിനിസ്റ്ററാണ് ഇൻചാർജ്. 5 ട്രേഡ് യൂണിയൻ വന്നു നമ്മുടെ പേര്. ഒന്ന് INTC കോൺഗ്രസിന്റെ, CPM-ന്റെ CITU, CPI-യുടെ ATC, BJP-യുടെ BMS, മുസ്ലിം ലീഗിന്റെ 5 ട്രേഡ് യൂണിയനാണ് നമ്മുടെ കമ്പനി വന്നിരിക്കുന്നത്. അതിലൂടെ 12,50,000 പേര് കേരളത്തിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. കേരളത്തിൽ മാത്രമേ, ഇന്ത്യ മൊത്തം കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ 12 ലക്ഷത്തിലധികം ആൾക്കാര് ആണും പെണ്ണും കൂടി ഇത് ജോലിയായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താ കാര്യം അറിയോ? പൈസ മുടക്കില്ലാതെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ്. കാര്യം നമുക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും വേണമെന്നില്ല. ഇപ്പൊ നമുക്ക് ഒരാളെ കാണാനുണ്ട്, നേരെ JP വിളിക്കുക, അല്ലെ ബൈജു സാറിനെ വിളിക്കുക, സാറേ ദേ ഒരു ആളെ എനിക്ക് കാണാനുണ്ട്, ഈ കാര്യം സംസാരിക്കാനുണ്ട്. അവിടെ ആള് പോയിട്ട് കണ്ടിരിക്കും. പാലക്കാട് കാണാനുണ്ട്, പാലക്കാട് പോയി. നിങ്ങൾ എവിടെ പറഞ്ഞാലും അവിടെ പോയി ആ വ്യക്തികൾ, നിങ്ങൾ കൂടെ വരണം നിർബന്ധമൊന്നുമില്ല. കൂടെ വന്നാൽ ഏറ്റവും നല്ലത്, കൂടെ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ ആ വ്യക്തിയെ കണ്ടു. അങ്ങനെ സർവീസ് തരാൻ പറ്റുന്ന ഒരു ലീഡേഴ്സ് ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അത് JP-യെ പോലെ ബൈജു സാറിനെ പോലെ കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് അത് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഞാനും നമ്മുടെ ശ്രീജിത് പേരും പുറമേ നിന്നുണ്ട്. ഞങ്ങൾ നാട് കുറച്ച് അപ്പുറത്താണെങ്കിലും ഞങ്ങളുണ്ട് ഇവിടെ. ഞാൻ അല്ലെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയും 3 ദിവസം മലപ്പുറത്തുണ്ട്. ഒരു വർഷമായിട്ടുണ്ട്. കാര്യം എന്റെ വലിയ ഗ്രൂപ്പ് അവിടെ കിടക്കുന്നത്, മുത്തനത്തറയിലെ കിടക്കുന്നത്, തിരുവൂര് കിടക്കുന്നത്. അവിടെ സർവീസ് ആയിട്ട് ഞാൻ കൊണ്ട് ഒരു വർഷമായിട്ടുണ്ട്. എവിടെ വേണം. ഇപ്പൊ ഞങ്ങൾ അടുത്ത നാളെ JP-യുടെ തന്നെ പറഞ്ഞു പാലക്കാടാണ് മീറ്റിംഗ്, ഇതുപോലെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്. ശനിയാഴ്ച ബാംഗ്ലൂരാണ്. ഞങ്ങൾ അത് പാലക്കാട് നേരെ ബാംഗ്ലൂർ പോകുമോ? ഇങ്ങനെ പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? വലിയൊരു അവസരമാണ്. കാരണം എന്താ, ഞാൻ ഇതോടെ ഗൾഫിൽ നിന്ന് വന്നപ്പോ കാര്യം പറയാം. എനിക്ക് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ്. കരിമീൻ കേൾക്കുള്ളൂ. കരിമീൻ ഓക്കെ, ഞങ്ങളുടെ നാട്ടിലെ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചോണ്ട് വരാം. ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോ വൈഫ് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ മൊബൈലിൽ കയറിയിട്ട് ഓർഡർ ചെയ്തു. എന്താണ് ഡെയിലി ഫിഷ് .com പുതിയ ആപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിൽ കയറിയിട്ട് 2 കിലോ കരിമീൻ എൻ്റർ ചെയ്തപ്പോ ഈ സാധനം വീട്ടിൽ വന്നു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്നു. വെട്ടി തെച്ചിനെ ക്ലീൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇപ്പൊ മീൻകാരനെ കൊണ്ട് നോക്കിക്കേണ്ട കാര്യമില്ല, മാർക്കറ്റിൽ പോകേണ്ട കാര്യം. ഏത് സാധനം ഹോം ഡെലിവറി ആയിട്ട് എല്ലാം ശ്രദ്ധിച്ചെന്നു തുടങ്ങി. ഓൺലൈനായിട്ട് എല്ലാ സാധനങ്ങളും വായിക്കാൻ തുടങ്ങി. എന്റെ കുട്ടികൾ അവർക്ക് എന്ത് സാധനം വേണേലും, ഇപ്പൊ ഡ്രസ്സാണേലും ചെരുപ്പാണേലും മൊബൈലാണേലും എന്ത് സാധനം വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ട് അതുപോലെ ഓൺലൈൻ മീഡിയ ചെയ്യുന്നത്. ഈ കച്ചവടം എവിടെ പോകേണ്ട കച്ചവടം? നമ്മുടെ തിരൂരങ്ങാടിലുള്ള ഈ തിരൂരുള്ള ഷോപ്പുകൾക്ക് പോകേണ്ട കച്ചവടം, അവിടുത്തെ മീൻ കടയിൽ പോകേണ്ട കച്ചവടം, അവിടുത്തെ ടെക്സ്റ്റൈലിൽ പോകേണ്ട ബിസിനസ്, അവിടുത്തെ ചപ്പലിന്റെ ഷോപ്പിൽ, മൊബൈൽ ഷോപ്പിൽ പോകേണ്ട ബിസിനസ് ആണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പൊ നടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? 5 വർഷം കഴിയുമ്പോൾ ഈ ഷോപ്പുകളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഈ കുട്ടികൾക്കൊന്നും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അങ്ങനെ സംവിധാനത്തെ കുറിച്ച് അറിയില്ല. എല്ലാം ഓൺലൈനാണ്, വിരൽത്തുമ്പിലാവും. ആ സമയത്ത് ഞാൻ പഴയത്തെ ചെയ്യോളം പറഞ്ഞിരുന്നാലും അവൻ ഔട്ടാവും. ഇനി അതിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് STD ബൂത്ത്. ഇത് പിള്ളേർ പറഞ്ഞാൽ അതെന്താന്ന് ചോദിക്കും, അറിയില്ല. അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിരുന്നൊന്നും ഇവർക്ക് അറിയില്ല. എന്ന് പറഞ്ഞ പോലെയാവും ഈ ചെറുകിട വ്യാപാരങ്ങളുടെ അവസ്ഥ. അങ്ങനെയാണ്. ഇനി വലിയ മാളുകൾ മാത്രം നമ്മുടെ നാട്ടിലുണ്ടാവും, ബാക്കിയെല്ലാം ഓൺലൈനാണ്. ആ സമയത്ത് നമുക്ക് കാറ്റാള ബിസിനസ് എന്താണ്? ഈ ഓൺലൈൻ ബിസിനസ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എത്ര നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനം, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ജീവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആൾക്കാർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഏത് ജോലി ചെയ്താലും ജീവിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ചോദിച്ചാലോ ഒരാൾക്ക് പോലും എസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മൾ കുഴിച്ചുകൂടി കഴിഞ്ഞു. കാരണം നടക്കാത്ത കാര്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം എന്താ, കുറച്ചൊക്കെ നോക്കൂ, നടന്നില്ലെങ്കിൽ പിന്നെ അത് കൂടി. നമ്മുടെ ബിസിനസ്സുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ തലങ്ങളുണ്ട്. എന്റെ കൂടെ ആഗ്രഹം വലിയൊരു NRI ബിസിനസ്സുകാരനാണ്. ചെയ്തു.
12 വർഷം ചെയ്തു, കുഴപ്പമില്ല, വരുമാനം കിട്ടി. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്കുള്ള ഒരു വരുമാനം എനിക്ക് കിട്ടിയില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക, ഈ തരത്തിലൂടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഞാൻ പറയാം, ഏത് കാർ ഇറങ്ങിയാലും ഏത് ലക്ഷറി ഇറങ്ങിയാലും അത് കോട്ടയത്ത് മലപ്പുറത്ത് വൈകാതെ, ഏത് വണ്ടി എത്ര കൂടി വണ്ടി ഇറങ്ങിയാലും ആദ്യം മലപ്പുറത്ത് ഇറങ്ങും, അവിടെ കോട്ടയത്ത് പോകും. കാര്യം എന്താ പറയുക, ബിസിനസ്സുകാർ മൊത്തം അവിടെ ഇവിടെ കിടക്കും. ഈ കാറുകളിലൊന്നും ഒരു ജോലിക്കാരെ സഞ്ചരിക്കുന്ന ആരും കിട്ടില്ല. ഈ പറയുന്ന ഒരു ലക്ഷറി കാറും ഇപ്പൊ BMW, ബെൻസോ, അതുപോലെ ജാഗ്വാറോ പോലുള്ള ഒരു കാറിലും ഒരു ജോലിയുള്ള വ്യക്തി നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആർക്കും വിധിച്ചതാണ്, അതൊരു ബിസിനസ്സുകാരൻ വിധിച്ചതാണ്. ഇവിടെ സാധാരണക്കാരാണ് ഉള്ളൂ. അവരെ സംബന്ധിച്ചിട്ട് ഈ വലിയ ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ കോടികൾ മുടങ്ങി ചെയ്യാനുമില്ല. പിന്നെ എങ്ങനെ നമുക്ക് കാര്യം നടക്കാൻ പറ്റും? അങ്ങനത്തെ ലൈഫ് എങ്ങനെ കിട്ടും? അവിടെയാണ് ഇതിന് പ്രാധാന്യം വരുന്നത്, അവിടെയാണ് ഈ ബിസിനസ് പ്രാധാന്യം വരുന്നത്. എന്റെ നാട്ടിലുള്ള ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ തിരുവല്ലയുടെ ചങ്ങനാശ്ശേരി മിഡിലാണ് താമസിക്കുന്നത്. ആ ചങ്ങനാശ്ശേരിയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഷൈജു കാസിം എന്നവന്റെ പേര്. അവന്റെ വൈഫിന്റെ ഒരു ഫ്രൂട്ട്സിന്റെ കടയുണ്ട് ടൗണിൽ. ഇടയ്ക്ക് ഫുഡ് ടാക്സി കുടിക്കാൻ പോയി വീട്ടിലേക്ക് വരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ വരും. അങ്ങനെ നല്ല പരിചയമാണ് പുള്ളിയായിട്ട്. ഞാൻ ആദ്യത്തെ മീറ്റിംഗ് കേൾക്കുന്നത് തിരുവനന്തപുരത്താണ്, ഇതിന്റെ പ്രോഗ്രാം കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് പോയിട്ട് ഈ പ്രോഗ്രാം കേട്ടപ്പോൾ ആ മീറ്റിംഗില് ഒരു നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരൻ വാങ്ങിക്കുന്ന വണ്ടിയാണെന്നറിയോ? BMW 5 Series. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിലോന്ന് പറഞ്ഞ ഈ കമ്പനി ഒരു 4ാം ക്ലാസ്സുകാരൻ മേടിക്കുന്നത് BMW താക്കോലാണ്. ഞാൻ ഏറ്റവും ആദ്യം വേണ്ട പ്രോഗ്രാം അവന് പ്രൈസ് ആയിട്ട് കൊടുക്കുക. കഴിഞ്ഞ 4 വർഷമായിട്ട് അവൻ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങള് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നോ അതൊന്നും ഇവിടെ വിഷയമല്ല, തീരുമാനം ഉറച്ചതാണ്. ഇത് വെറുതെ ഭയങ്കര ഉണ്ടാക്കിയിട്ട് വിറ്റോന്ന് പറയുന്ന സാധനമല്ല ഇത്. ഇത് നമ്മുടെ കേരള ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് സിവിൽ സപ്ലൈസിന്റെ അണ്ടറിലാക്കി റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് 5 ട്രേഡുകളുടെ സപ്പോർട്ട് കൂടി അവിടെ വർക്ക് ചെയ്തു. വെറുതെ ചെയ്യുന്നതല്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക, പക്ക ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. കാരണം എന്താ, ഇതിന്റെ ഇടപാടുകളെല്ലാം ബാങ്ക് ത്രൂ ആണ്. നമ്മൾ പൈസ കമ്പനിയിലേക്ക് കിടക്കുന്നത് കൊണ്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, 2 ബാങ്കുകളുടെ ചുമതല ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരുടെ കയ്യിലല്ല. ഞാൻ പറഞ്ഞ സ്ഥലം മനസ്സിലായി. കറക്റ്റ് ടാക്സ് അടച്ചിട്ട് വരുന്ന പൈസ ഞാൻ പറഞ്ഞത്. ഈ പ്രൊഡക്റ്റ് നമ്മൾ 6,000 രൂപ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് GST ആണ്. നമ്മൾ വരുമാനം മേടിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇൻകം ടാക്സിലേക്ക് 5% കൊടുത്തിട്ടായിരിക്കും മേടിക്കുന്നത്. പക്ക ലീഗലായി ഫൈൻ പണി നമ്മൾ മേടിക്കുന്നത്. എങ്ങൊളിച്ചും പാത്രം വയ്ക്കുന്ന പൈസയല്ല, കറക്റ്റ് അക്കൗണ്ടിലേക്ക് വരും. ആ പൈസയുടെ കാര്യം പറയുന്നത്. അല്ലാതെ എന്റെ 10 കോടിയുടെ ഞാൻ ചാക്കിക്കടി പുറകെ വെച്ചിരിക്കുന്ന പറയുന്ന ബിസിനസ്സുകാരുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്. ഗവൺമെന്റ് കറക്റ്റ് ടാക്സ് അടച്ച് അക്കൗണ്ടിലേക്ക് വരുന്ന പണിയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ തിരുവിനെ സംബന്ധിച്ചത് പുതിയ കാര്യമൊന്നുമല്ല, മലപ്പുറം സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. ഒരുപാട് അച്ചീവ്സ് ആയി കഴിഞ്ഞു. ഇവിടെ 8ാം ക്ലാസ് വിദ്യാഭ്യാസം അലിമോൻ എന്ന് പറയുന്ന ആള്, ആരാ കണ്ട കഴിഞ്ഞ ദിവസം കേള് കണ്ടു അല്ലെ, മോളും ഉണ്ടായിരുന്നു അല്ലെ, അലിമോൻ എന്ന് പറയുന്ന ആള്. അയാൾ ലാസ്റ്റ് സെഷൻ അയാൾ സംസാരിച്ചു. അയാൾ ഒരു എന്താ പറയാ, ഒരു അനാഥ ബന്ധത്തിൽ വളരെ ഗതികളുണ്ടായ മനുഷ്യനാണ്. അച്ഛനമ്മയൊക്കെ ഉണ്ടായിട്ട് തന്നെ അത്രയും കഷ്ടപ്പാടി വളർന്നൊന്നുമില്ല. പച്ചക്കറി കടയില് പച്ചക്കറി എടുത്തു കൊടുക്കുന്ന ആളാണ്. 1 കോടി ആകാൻ വന്നു വരുമാനം. ഈ നാട്ടുകാരുടെ ഞാൻ പറയുന്നത്, ഈ തിരുവനന്തപുരക്കാരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തുള്ള ആൾക്കാരുടെ പറയുന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങള് മുനീർ, ഒരുപാട് ആളുകളുണ്ട്. എടുത്തു പറയാനുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചത് പുതിയ കാര്യമല്ല. അവരെല്ലാവരും കഴിഞ്ഞ 1 വർഷം കൊണ്ട് നേടി കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇത് പുതിയ ആരും വന്ന സംഭവം, ഇപ്പൊ ഇങ്ങനെ വന്ന സംഭവം, അല്ലെ ഞങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇതുപോലെ കേട്ടതാണ്, കുറെ കണ്ടതാണ്. അതൊക്കെ ഓക്കെ, എന്ത് നേടി? അത് ചെയ്യുന്നത് മാത്രം നേടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്താ അറിയോ? ഒരേ ഒരു കാര്യം ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു 10 പേരെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട 10 പേർ, രക്ഷപ്പെടുത്തേണ്ട 10 പേർ. അപ്പൊ നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. കൂടെ രക്ഷപ്പെടുത്തേണ്ട ഒരു 10 പേർ ലിസ്റ്റ് ഉണ്ടാക്കുക. അവരോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്ലാനെ കുറിച്ചൊന്നുമല്ല. അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരു ബിസിനസ് അവസരം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിലവസരം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്.